ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഗേൾസിൻ്റെ പ്രൈവറ്റ് പാർട്ട് ഹൈജീനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ പറയട്ടെ, ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ പ്രൈവറ്റ് ഏരിയസിലുണ്ടാക്കുന്ന ഡാർക്ക്നെസ്, ഇറിറ്റേഷൻസ്, അതിനൊക്കെ ബാഡ് ഓർഡർ, അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ഇതിനുള്ള സൊല്യൂഷനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ, നമ്മൾ പ്രൈവറ്റ് പാർട്സിൻ്റെ ഡാർക്ക്നെസ്സിനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക് പിന്നൊന്ന് പറയുന്നത് പുബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡാർക്കർ ആവാനുള്ള ഇത് ഉണ്ട്. അതൊക്കെ നാച്ചുറൽ പറഞ്ഞാൽ മെയിനായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടാണ് കുറച്ച് ഡാർക്കറായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ഏരിയ ഡാർക്കർ ആവാനുള്ള ഒരു റീസണാണ്. ഇൻഫെക്ഷൻസ് വരെയാണുള്ളത്. നമ്മളെ ബോഡി പാർട്സിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്കറായിരിക്കും നമ്മളെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസിലാണ് ഉള്ളത്. അതുകൊണ്ട് കൂടിയാണ് അതിന് ഡാർക്ക്നെസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറേയൊക്കെ നമുക്ക് നോർമലാണ്, നാച്ചുറലാണ്. അതിനകത്ത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അവിടെ ഡാർക്ക്നെസ് വരുന്ന ചാൻസസും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ആയിട്ട് നമുക്ക് വരുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നമുക്കൊന്നും വലുതായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോത്ത്സ്. നമ്മളെപ്പോഴും കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നമ്മൾ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ എപ്പോഴും അവിടെ സ്വെറ്റ് ആവാനും ഭയങ്കര ഹീറ്റ് ആവാനും ഒക്കെയുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നൈലോൺ, സിന്തറ്റിക് പോലുള്ള മെറ്റീരിയൽസിനെക്കാട്ടിലും കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ ഹീറ്റും അത് കണക്ക് തന്നെ സ്വെറ്റും ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് കുറേ ഇച്ചിനെസ്, ഇറിറ്റേഷൻസ്, ഡാർക്ക്നെസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിലും നമുക്കവിടെ ഡാർക്ക്നെസ്സും അത് കണക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലൊക്കെ വരാനുള്ള കാരണങ്ങളുണ്ട്. പിന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് മൂലവും ഇങ്ങനെ സ്മെല്ലും ഡാർക്ക്നെസ്സും വരാറുണ്ട്. അതല്ലാതെ ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ഇൻഫെക്ഷൻസ് മൂലവും സ്മെല്ലും ഡാർക്ക്നെസ്സും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫിഷി സ്മെല്ല് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കേടിൻ്റെയൊക്കെ സ്മെല്ലാണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷന്, ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് ഉണ്ടാകാൻ പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെയും സ്കിൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കോസസും വേറെ ആയിരിക്കും. ചിലർക്ക് ബാക്ടീരിയൽ ആയിരിക്കും, ചിലർക്ക് അല്ലാതെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കോസസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മറ്റൊരാൾ യൂസ് ചെയ്തെന്നും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യൂ. ഞാൻ ഈ പറയുന്നത് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഈ ഇച്ചിനെസ്, ഡാർക്ക്നെസ്, അത് കണക്ക് തന്നെ സ്മെല്ല്, ഭയങ്കര ബാഡ് ഓർഡർ, അത് അങ്ങനെ വരുന്നവർക്കാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് മൂലവും നമുക്ക് ഡാർക്ക്നെസ്, സ്മെല്ല് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കോട്ടൺ ക്ലോത്ത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കണക്കിന് അധികം ടൈറ്റായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ ജീൻസ്, ലെഗിൻസ് പോലുള്ള ടൈറ്റായിട്ടുള്ള ഡ്രസ്സസ് അധികം യൂസ് ചെയ്യാതിരിക്കുക. വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് കുറേ നമ്മൾ ഒരുപാട് വീർക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറച്ച് അവിടെ നമുക്ക് നല്ല ചിന്നസൊക്കെ വരാനായിട്ടുള്ള നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നല്ലത്. ഗേൾസ് ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ പീരീഡ്സ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻസ് ഇല്ലാതെ തന്നെ മെഡിസിൻസ് വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് അവിടെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കൂടുതലും നമ്മൾ ആ ഏരിയ ഡ്രൈ ആവുന്നതിനൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് നമ്മൾ ആ പ്രൈവറ്റ് ഏരിയ ഡ്രൈ ആക്കുകയും അതുമൂലം നമുക്ക് അവിടെ ഹെൽത്തി ബാക്ടീരിയസ് നമ്മൾ ഓൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പോൾ ആ ഹെൽത്തി ബാക്ടീരിയസിന്
കില്ല് ചെയ്തുകൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയസ് ഗ്രോ ചെയ്ത് അത് നമ്മളെ ബോഡിക്ക് ഇറിറ്റേഷൻസും അതിനൊക്കെ തന്നെ അവിടെ ഡ്രൈ ആക്കി മാറ്റുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷന് കൂടി മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാവൂ, അല്ല ഒന്നും നിങ്ങൾ അത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഓവറായിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും ഞാൻ കണ്ടിട്ടുണ്ട്, അവരിപ്പോഴും പെയിൻ കില്ലേഴ്സൊക്കെ പീരീഡ്സ് ആകുന്ന സമയത്തൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ എക്സസീവ് യൂസും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓറൽ യൂസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇതിൻ്റെ എക്സസീവ് യൂസ് നമ്മൾ പ്രൈവറ്റ് ഏരിയസിന് ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുമൂലവും നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളങ്ങനെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് നാളത്തേക്കൊന്ന് നിർത്തി നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് നമ്മൾ ഈ പീരീഡ്സിൻ്റെ സമയത്ത് പാഡ് ഉപയോഗിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം തന്നെ ഇവിടെ നമുക്ക് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് എന്താ ചെയ്യുക, ഇറിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു. അതായത് പീരീഡ് സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിനെസ് വരാറുണ്ട്. അപ്പം ചിലപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡിൻ്റെ ഇതുമൂലവും അങ്ങനെ വരാറുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം പാഡ് നല്ല ചൂടാണ്, അതിലൂടെ തന്നെ അത് വീർക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ട് തോന്നിയത് നമ്മുടെ വിസ്പറിൻ്റെ തന്നെ അലോവേരയുടെ ഒരു പാഡ് വരുന്നുണ്ട്. പിക്ചർ കിട്ടുവാണെങ്കിൽ കൊടുക്കാം. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, കുറച്ചുകൂടെ സോഫ്റ്റാണ്, നമുക്ക് അധികം ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ സാനിറ്ററി പാഡ്സ് ഒരിക്കലും 6 hours കൂടുതൽ നമ്മൾ യൂസാക്കാൻ പാടില്ല. നമ്മൾ 6 hours കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്യണം. ഒന്നാമത്തെ കട പാഡ് നല്ല ചൂടാണ്, അപ്പോൾ അത് ഇരിക്കും തോറും നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാഡ് അത് ഫുള്ള് അതിനകത്ത് ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു വിയർപ്പ് കൂടെ ചേർന്നിട്ട് ഒരു ഹാർംഫുള്ളായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാകി അതുവരെ നമുക്ക് ഫ്യൂച്ചറിൽ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു 5 hours അല്ലെങ്കിൽ 6 hours കൂടുതൽ ഒരു സാനിറ്ററി പാഡ് യൂസ് ചെയ്യാനല്ല, നിങ്ങളത് റിമൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻസ്ട്രൽ കപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഈ സാനിറ്ററി പാഡ്സൊക്കെ അലർജി ആയിട്ടുള്ളവരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ മെൻസ്ട്രൽ കപ്പ്സ് യൂസ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും. അങ്ങനെയുള്ളെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കിയാൽ മതി. പാഡ് കമ്പനി, നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡിൻ്റെ കമ്പനി ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നിനക്ക് ചിലപ്പോൾ നല്ല മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ്സ് ഏരിയ ആയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് നീറ്റായിട്ട് വേണം നമ്മൾ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതേ കണക്കുള്ള ബാഡ് സ്മെല്ല്, ഇച്ചിനെസ്സൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാനുള്ള കാര്യം ഡീഹൈഡ്രേഷൻ. നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുക, നമുക്ക് എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കുക. അപ്പം നമുക്ക് ഡീഹൈഡ്രേഷൻ മൂലവും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആ ഏരിയ കുറേ ഡ്രൈ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കിത് ഇച്ചിനെസ് വരുന്നത്, ഡാർക്ക് ഓർഡർ, സ്മെല്ലൊക്കെ എങ്ങനെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ പ്രൈവറ്റ് ഏരിയാസ് എപ്പോഴും നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് കൊണ്ട് നടക്കുക എന്ന് പറയുന്നാൽ ഒരിക്കലും നമ്മൾ അവിടെ മണമുള്ള സോപ്പൊന്നും യൂസ് ചെയ്യില്ല. നമ്മളെപ്പോഴും മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളവിടെ സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കവിടെ ഹെൽത്തി ബാക്ടീരിയസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ സോപ്പ് ഭയങ്കരമായിട്ടുള്ള മണമൊക്കെയുള്ള ഭയങ്കര കെമിക്കൽസ് ഉള്ള സോപ്പാണ് നമ്മൾ യൂസ് ചെയ്താണ് വാഷ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള നല്ല ബാക്ടീരിയസൊക്കെ പോവുകയും അതിന് പകരമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് ഫംഗൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അവിടെ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ വാട്ടർ കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ സോപ്പിൻ്റെ യൂസേജ് നിർത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ എന്നെപ്പോലെ സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ മൈൽഡ് സോപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ ചിലവർ ഇറിറ്റേഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും അവിടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നല്ല കെയർ കൊടുക്കേണ്ട പ്ലേസാണ്. ഓൾറെഡി അവിടെ നല്ലൊരു pH ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇത് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ pH ബാലൻസ് തെറ്റാനുള്ള ഇതുണ്ടാവും. നല്ല ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്യും. പക്ഷേ ചൂടുവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചൂടാവാൻ പാടില്ല. അതും നമ്മളവിടെയുള്ള നല്ല ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ അധികം ചൂടില്ലാത്ത വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം എപ്പോഴും. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, എപ്പോഴും നല്ലതല്ല. അപ്പം ഞാനിത് പറയുന്നത് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതും
ഉപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ ഉപ്പിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒരുപാട് ഉപ്പൊന്നും ഇടാനായിട്ട് പാടില്ല. ജസ്റ്റ് വാം വാട്ടർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കത് ക്ലീൻ ചെയ്തായിട്ട് നിങ്ങൾക്കത് മാറാവുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഷുഗർ കൺസപ്ഷൻ ഒരുപാട് എടുക്കുന്നവർ, ഷുഗർ ഒരുപാട് കഴിക്കുന്നവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അത് ഷുഗറിൻ്റെ കൺസപ്ഷനൊക്കെ ഒന്ന് കുറയ്ക്കുക. അപ്പം അപ്പോഴും നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മളെ പ്രൈവറ്റ് ഏരിയാസ് നമ്മൾ ഷേവ് ചെയ്യുന്നത്. അപ്പം ഷേവ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ചിലവർക്ക് ഷേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് വീർക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് ഹെയർ തിക്കായിട്ട് വളരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സ്വെറ്റ് ഉണ്ടായും അതുമൂലം നല്ല ഇറിറ്റേഷൻസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷേവ് ചെയ്ത് നോക്കി ഷേവ് ചെയ്യുന്ന കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നുമില്ല, വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ലീൻ ഷേവ് ചെയ്യരുത്. നിങ്ങൾ ഒന്നുകിൽ ഡ്രിം ചെയ്യുക അല്ലെങ്കിൽ സിസേഴ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് അവിടുത്തെ ഹെയർസ് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എന്തെങ്കിലും ഈ സെൻസിറ്റീവായിട്ടുള്ളവർ, നല്ല സെൻസിറ്റീവായിട്ട് സ്കിന്നുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യാൻ പാടില്ല. നമ്മളവിടെ ഹെയർസ് കുറച്ചൊക്കെ റിമെയിൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അതൊരു പ്രൊട്ടക്ഷനാണ്. അറിയാമല്ലോ, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ഏരിയ ആയിരിക്കുന്നതുകൊണ്ട് ഹെയർസ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഹെയർസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലവർക്ക് ഇറിറ്റേഷൻസ് വരാറുണ്ട്, നല്ല സെറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. അങ്ങനെയുള്ളവർക്ക് അവർ ഷേവ് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ട് നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഷേവ് ചെയ്യാറുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം, അലോവേര ജെല്ല് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പ്രൈവറ്റ് പാർട്സ് തന്നെ ക്ലീൻ ചെയ്യാനുള്ള നമുക്ക് ക്രീംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷേവ് ചെയ്യാം. അല്ല നമ്മൾ വാക്സ് പോലുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്ത് നമ്മൾ പ്രൈവറ്റ് ഏരിയാസ് ഹെയർ റിമൂവ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതത്ര നല്ലതല്ല. കാരണം അത്ര സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അത്ര കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ അലോവേര ജെല്ല്, അതൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും ഷേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡ്രൈ ആയിട്ട് ഒരിക്കലും ഷേവ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതും നമ്മളെ ഡാർക്ക്നെസ്സിനൊക്കെ കാരണമാവാറുണ്ട്. മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നല്ല മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, അലോവേര ജെല്ല്, നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചിലവർക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ തന്നെയും ഇറിറ്റേഷൻസ് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ എല്ലാ ഡിസീസിനും നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ ഹൈഡ്രേറ്റ് ആണ്. മിക്കുള്ള നമുക്കുള്ള അസുഖങ്ങൾക്കും കാരണം നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ നമ്മൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുക, ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തൈര്, കേടുണ്ടല്ലോ, കേട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കേട് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ കേടൊക്കെ നിങ്ങൾ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിവിടെ പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസ്, ഡാർക്ക്നെസ്സൊക്കെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ മൂലമാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന മിസ്റ്റേക്സ് മൂലമാണ് എങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തെങ്കിലും ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യരുത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മാറിയിട്ടില്ല എങ്കിൽ അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് മൂലമായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെനിക്ക് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഇത് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റിക്വസ്റ്റ് ചെയ്ത ആളിത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം, എന്നാലേ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ബൈ ബൈ.